യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന ഒരു പോർഷനാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ അതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നമ്മളിന്ന് പഠിക്കുകയാണ്. ചെറിയ ഒരു മോഡിഫിക്കേഷനോടുകൂടി നമ്മൾ അതിനകത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ MOET അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയിൽ നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു പോർഷൻ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത കാര്യങ്ങൾ പഠിക്കും. യെസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് പറയേണ്ടുന്നത് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി അല്ലെങ്കിൽ MOET എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ MOET അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിന്ന് പഠിക്കുന്നത്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ that is a mechanism which is used for creating a fertile organism from an unfertile organism എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു അൺഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു അനിമലിനെ ഫെർട്ടൈൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി അല്ലെങ്കിൽ MOET എന്ന് പറയുന്നത്. അപ്പൊ ഈ MOET എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഡിസൈറബിൾ ക്യാരക്ടറോട് കൂടിയ ഒരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓർഗാനിസത്തെ എടുക്കുന്നു. ആ ഒരു ഫീമെയിൽ ഓർഗാനിസം, ഫീമെയിൽ അനിമലിനെ നമ്മൾ എടുക്കുന്നു. ഉദാഹരണമായിട്ട് കൗ അല്ലെങ്കിൽ ബഫലോ, ഷീപ്പ് തുടങ്ങിയുള്ള അനിമൽസിലെ ഫീമെയിൽ ഓർഗാനിസത്തെ എടുത്തതിന് ശേഷം അതിൽ FSH എന്ന് പറയുന്ന ഹോർമോൺ, FSH ഹോർമോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, FSH ഹോർമോൺ അതിനകത്ത് ഇൻജെക്ട് ചെയ്യും. അങ്ങനെ FSH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയുന്ന ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. എവിടെയാണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് കാണപ്പെടുന്നത്? അത് ഓവറിക്കുള്ളിലാണ്. അപ്പോൾ ഓവറിക്കുള്ളിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയുന്ന ചില ഫോളിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഓവം അല്ലെങ്കിൽ ഓവ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്ത് ഈ ഓവ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് FSH ഹോർമോൺ. അപ്പൊ അങ്ങനെയുള്ള ഈ FSH ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹോർമോണിനെ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് കൊടുക്കും. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഈ ഹോർമോൺ കൊടുത്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഓരോ സൈക്കിളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൈക്കിളാണ്, നമ്മൾ രണ്ട് തരത്തിലുള്ള സൈക്കിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററാണ്, ഒന്ന് ഈസ്റ്റർ സൈക്കിൾ, രണ്ടാമത്തെ മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പോ അനിമൽസില് സാധാരണയായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യരില് ഹ്യൂമൻ ബീങ്സില് അതുപോലെ തന്നെ ഏപ്സ്, മങ്കീസ് തുടങ്ങിയുള്ള ജീവികളിൽ നടക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിൾ ആണെങ്കിൽ മറ്റ് മാമൽസിൽ നടക്കുന്നത് എന്താണ്, ഈസ്റ്റർ സൈക്കിളാണ്. അപ്പൊ ഈ ഈസ്റ്റർ സൈക്കിളിന് സാധാരണഗതിയിൽ ഒരു ഓവമാണ് ഒരു സൈക്കിളിൽ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, അഡീഷണൽ ആയിട്ട് FSH ഹോർമോൺ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഏതാണ്ട് 4 to 6 ഓവ ആർ പ്രൊഡ്യൂസ്ഡ്. 4 to 6 ഓവ ആർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ 4 മുതൽ 6 വരെ ഓവ ധാരാളമായിട്ട് ഉണ്ടാകും. അങ്ങനെ 4 മുതൽ 6 വരെ ഓവ ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സൂപ്പർ ഓവുലേഷൻ എന്നാണ് വിളിക്കുക. സൂപ്പർ ഓവുലേഷൻ. അപ്പൊ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സൂപ്പർ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ
that is a process in which when the FSH hormone is given, the 4 to 6 ova are produced instead of 1. ഒരെണ്ണത്തിന് പകരമായിട്ട് 4 മുതൽ 6 ഓവ ഒരേ സമയത്ത് തന്നെ ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താം, അതല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെമിനേഷൻ നടത്താം. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസെമിനേഷൻ അവിടെ നടത്തി കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസെമിനേഷൻ അവിടെ നടത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് 4 അല്ലെങ്കിൽ 6 എംബ്രിയോസ് അവിടെ ഡെവലപ്പ് ചെയ്യും. ആദ്യം സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഓരോ 4 മുതൽ 6 വരെ എന്തുണ്ട്? ഓവ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓവയില് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നു. അങ്ങനെ 4 മുതൽ 6 വരെ സൈഗോട്ട് അവിടെ ഫോം ചെയ്യും. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഗോട്ട് എന്ത് ചെയ്യും? മൈറ്റോട്ടിക്കലി ഡിവൈഡ്സ്. അങ്ങനെ മൈറ്റോസിസിന് വിധേയമായിട്ട് 1 2 ആകുന്നു, 2 4 ആകുന്നു, 4 8 ആകുന്നു, അങ്ങനെ 8 16 ആകുന്നു, 16 32 ആകുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് 8 മുതൽ 16 വരെ അല്ലെങ്കിൽ 8 മുതൽ 32 വരെ ഉള്ള സെല്ലുകൾക്കിടയിൽ 8 സെല്ലായി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 16 ആയി, 16 കഴിഞ്ഞിട്ട് 32 ആയി. അപ്പൊ അങ്ങനെ 8 മുതൽ 32 വരെ 8 to 32 സെൽ സ്റ്റേജ്. ആ ഒരു സെൽ സ്റ്റേജില് ഈ ഒരു അവസ്ഥയിൽ അതിനെ നമ്മൾ വിഡ്രോ ചെയ്യും. 8 മുതൽ 32 വരെ സെല്ലുകളുള്ള എംബ്രിയോയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോൺ സർജിക്കലി റിമൂവ്ഡ് ഫ്രം ദി മദർ. ആ മദറിൽ നിന്ന് നോൺ സർജിക്കൽ ആയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് it is introduced into a sterile animal in the uterus of the sterile animal. ഒരു സ്റ്റെറൈൽ ആനിമലിന്റെ യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും അത് ഗ്രോ ചെയ്യുകയും ആ എംബ്രിയോ അവിടെ ഡെവലപ്പ് ചെയ്ത് പുതിയ എമോൾസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ 8 to 32 സെൽ സ്റ്റേജിലാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എംബ്രിയോയെ 8 മുതൽ 32 വരെയുള്ള ഈ സെല്ല് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂട്രസിന്റെ ഉള്ളിലേക്ക്, അതായത് സ്റ്റെറൈൽ ആയിട്ടുള്ള ആനിമൽസിന്റെ യൂട്രസിന്റെ ഉള്ളിലേക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ ഓർഗാനിസംസ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അനിമലിനെ ഫെർട്ടൈൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ആണ് ഈ പറഞ്ഞ MOET അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. സോ ദിസ് ഈസ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടുന്നത് ബീ കീപ്പിംഗ് അല്ലെങ്കിൽ എപ്പി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പി കൾച്ചർ എപ്പി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീ കീപ്പിംഗ്, ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് ബീ ഹൈവ്സ്. തേനീച്ചക്കൂടുകളെ വളർത്തി അല്ലെങ്കിൽ തേനീച്ചക്കൂടുകളിൽ വളർത്തി അതിൽ നിന്ന് ഹണി എടുക്കുന്ന അല്ലെങ്കിൽ ബീ വാക്സ് എടുക്കുന്ന ആ ഒരു രീതിയെ ആണ് എന്തെന്ന് പറയുക? എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് ബീ ഹൈവ്സ് ഫോർ പ്രൊഡ്യൂസിങ് ഹണി ആൻഡ് ബീ വാക്സ് ഈസ് കോൾഡ് എപ്പി കൾച്ചർ. എപ്പി കൾച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തേനീച്ച കൂടുകളെ വെച്ച് തേൻ എടുക്കുന്നത് ഏതെല്ലാം സ്ഥലത്താണ് എന്ന് വെച്ചാൽ തേൻ കിട്ടാൻ സാധ്യതയുള്ള പ്ലാന്റേഷൻ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ വേണം അത് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ പിന്നെ നല്ല വെറൈറ്റി ബീ നമ്മൾ കീപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബീസ്. ഹണി ബീയുടെ ബീ സ്പീഷീസ് ആണ്. ഇറ്റ് ഈസ് എ bee species which is usually used in India is Apis indica.
എപ്പിസിൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഹണിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ ന്യൂട്രിറ്റീവ് ആണ്, അതുപോലെ തന്നെ മെഡിസിനലുമാണ്. മെഡിസിനൽ വാല്യൂ ഉണ്ട് അതിന്, അതോടൊപ്പം തന്നെ അതിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട്. അതുകൂടാതെ പിന്നെ ബി വാക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ബി വാക്സ് എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ആയിട്ടും അല്ലെങ്കിൽ കോസ്മെറ്റിക്സിന്റെ നിർമ്മാണത്തിനും ഇൻഡസ്ട്രിയിലും പോളിഷുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇത് ബി വാക്സ് എന്ന് പറയുന്നത്. കോസ്മെറ്റിക്സ്, സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി, അതുപോലെ തന്നെ പോളിഷുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ ബി വാക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ബി കീപ്പിംഗ് അല്ലെങ്കിൽ ബി വാക്സ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ഹെഡിങ്ങിൽ പഠിക്കേണ്ടുന്നത് എന്താണ് ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ that is an industry which is associated with the capturing, processing and selling of fishes and other aquatic animals, edible aquatic animals. അതാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ that is an industry which is associated with the capturing, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിഷസ് ആൻഡ് അതർ അക്വാട്ടിക് ആനിമൽസ്, എഡിബിൾ അക്വാട്ടിക് ആനിമൽസ്. അതാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷറീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? അതിനകത്തൊരു മറ്റൊരു ടേം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ബ്ലൂ റെവല്യൂഷൻ. മറ്റൊരു ടേം ഇതിനകത്ത് വരുന്ന മറ്റൊരു ടേമാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫിഷറീസിന്റെ രംഗത്തുണ്ടായ ഒരു പുരോഗതിയെ ആണ് എന്ത് സൂചിപ്പിക്കുക? ബ്ലൂ റെവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. എന്നുവെച്ചാൽ ഈ ഫിഷറീസിന്റെ രംഗത്ത് അല്ലെങ്കിൽ മത്സ്യബന്ധന രംഗത്ത് ഉണ്ടായ ഒരു പുരോഗതിയെ ആണ് നമ്മൾ ബ്ലൂ റെവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദാറ്റ് ഈസ് ബ്ലൂ റെവല്യൂഷൻ. ഇനി പലതരത്തിലുള്ള ഫിഷുകൾ ഉണ്ട്. അതായത് സാധാരണയായിട്ട് ഫ്രഷ് വാട്ടർ ഫോംസ്, അതുപോലെ തന്നെ മറൈൻ ഫോംസ് ഒക്കെ ആയിട്ടുള്ള ഫിഷുകളുണ്ട്. ഫ്രഷ് വാട്ടർ ഫോംസ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ഫോംസ് ഓഫ് ഫിഷ് സാധാരണയായിട്ടുള്ളത് കട്ല, രോഹു, അതുപോലെ തന്നെ കാർപ്പ് തുടങ്ങിയുള്ള ഇവരുടെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫ്രഷ് വാട്ടർ ഫോംസിന് എക്സാമ്പിൾ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഫ്രഷ് വാട്ടർ ഫോംസ് ഓഫ് ഫിഷസ്, അതിന് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കുക. സാധാരണയായിട്ട് കട്ല, രോഹു, കാർപ്പ് എന്നൊക്കെ പറയുന്ന, ഹെട്രോപ്ലസ് എന്നൊക്കെ പറയുന്ന ചില മത്സ്യങ്ങളൊക്കെ ഫ്രഷ് വാട്ടർ ടൈപ്സ് ആണ്. ഫ്രഷ് വാട്ടർ. അപ്പൊ അതുപോലെ തന്നെ മറൈൻ ടൈപ്സ് ഉണ്ട്. മറൈൻ ഫോംസ് എന്ന് പറയുന്നത് ഇപ്പോ സാബിൻ, ഹിൽസ, മക്കീരൽ എന്നൊക്കെ പറയുന്ന ചില ഫോംസ്. സാബിൻ എന്നൊക്കെ പറയുന്ന മത്സ്യം, സാബിൻ എന്ന് വെച്ചാൽ നമ്മുടെ ചാള എന്നൊക്കെ പറയുന്ന മത്സ്യമാണ്. മത്തി എന്ന് പറയുന്നതാണ്. മക്കീരൽ, അയല എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങളാണ്. ഇത് ആണ് മറൈൻ ടൈപ്പ്. ഏതായാലും മറൈൻ ടൈപ്പ് മത്സ്യങ്ങൾക്ക് എക്സാമ്പിൾ കൂടി നമ്മൾ പഠിച്ചിരിക്കുക. സോ ദാറ്റ് ഈസ് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ പഠിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് ടേംസ് നമ്മൾ പഠിക്കേണ്ടുന്നത്, ഒന്ന് എന്താണ് പിസികൾച്ചർ, എന്താണ് അക്വാകൾച്ചർ. പിസികൾച്ചർ ആൻഡ് അക്വാകൾച്ചർ, ഈ രണ്ട് ടേംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് പിസികൾച്ചർ എന്നും എന്താണ് അക്വാകൾച്ചർ എന്നും. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ
മത്സ്യബന്ധന രംഗത്ത് നമ്മൾ പറഞ്ഞ ഒരു ടേം ആണ് പിസിക്കൾച്ചർ. പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കൾച്ചറിംഗ് ഓഫ് അല്ലെങ്കിൽ ഫാമിംഗ് ഓഫ് ഫിഷസ്. ദാറ്റ് ഈസ് ഫാമിംഗ് ഓഫ് ഫിഷസ് ആണ്. ഫിഷുകളുടെ ഫാമിങ്ങിനെയാണ് നമ്മൾ പിസിക്കൾച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്വാകൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അക്വാട്ടിക് ആനിമൽസും, എഡിബിൾ ആയിട്ടുള്ള എല്ലാ അക്വാട്ടിക് ആനിമൽസും അതിനകത്ത് വരും. ഫാമിംഗ് ഓഫ് അക്വാട്ടിക് ആനിമൽസ്. അക്വാട്ടിക് ആനിമൽസ് ഫിഷ് കൂടാതെയുള്ള ക്രാബ്, അതുപോലെ തന്നെ പ്രോൺ തുടങ്ങിയുള്ള ഞണ്ട്, കൊഞ്ച് തുടങ്ങിയുള്ള ജീവികൾ, അതുപോലെ തന്നെ ഷെൽ ഫിഷുകൾ, ഓയിസ്റ്റർ തുടങ്ങിയുള്ള ജീവികൾ, അങ്ങനെയുള്ള ജീവികളെ എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പിസികൾച്ചർ ആൻഡ് അക്വാകൾച്ചർ. രണ്ട് ടേംസ് നമ്മൾ പഠിക്കണം. സോ ദാറ്റ് ഈസ് പിസികൾച്ചർ ആൻഡ് അക്വാകൾച്ചർ. നൗ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത ടേം നമുക്ക് പഠിക്കേണ്ടത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്ന ടേം എന്ന് പറയുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നത്, ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഡിസൈറബിൾ വെറൈറ്റി. It is a purposeful manipulation of plant species. Purposeful manipulation of plant species in order to get a desirable plant. A plant with the desirable characters. അപ്പോൾ നമുക്ക് ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്ലാന്റ് സ്പീഷീസിൽ ബോധപൂർവമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ടെക്നിക്കാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ബോധപൂർവമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനകത്ത് ഡിസൈറബിൾ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ചില ക്യാരക്ടേഴ്സ്, ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഹൈ ഈൽഡിംഗ് വെറൈറ്റി ആണ്. ഇപ്പോൾ സാധാരണയായിട്ടുള്ള വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിനകത്ത് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിനകത്ത് ഈൽഡ് എന്ന് പറയുന്നത് വളരെ കുറവായേക്കാം. ഒരുപക്ഷെ ഡിസീസ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ വെറൈറ്റി ആയേക്കാം. അത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്ത് പക്ഷേ കൂടുതൽ ഉണ്ടായേക്കാം. അതേസമയം തന്നെ നമുക്ക് മറ്റൊരു വെറൈറ്റി ഉണ്ട്, അതിനകത്ത് ഹൈ ഈൽഡിംഗ് ആണ്, പക്ഷെ അതിനകത്ത് ഡിസീസ് റെസിസ്റ്റിംഗ് പവർ എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് പ്ലാന്റുകളെ നമ്മൾ എടുക്കുകയും ആ രണ്ട് പ്ലാന്റുകളെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പ്ലാന്റിനകത്ത് ഡിസീസ് റെസിസ്റ്റിംഗ് പവറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ ഉണ്ട്. ഈ രണ്ടാമത്തതിനകത്താണെങ്കിലോ, രണ്ടാമത്തതിനകത്ത് ഈൽഡ് കൂടുതലാണ്, പക്ഷെ അതിനകത്ത് ഡിസീസ് റെസിസ്റ്റിംഗ് പവർ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് പ്ലാന്റുകളെയാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെയുള്ള രണ്ട് പ്ലാന്റുകളെ എടുത്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ജീനുകളെയും നമ്മൾ ഒരുമിച്ച് ഒരു പ്ലാന്റിനകത്തേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ബൈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് പ്ലാന്റിനകത്തുള്ള രണ്ട് ക്യാരക്ടറുകളെയും നമ്മൾ ഒരു പ്ലാന്റിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ആണ് പ്ലാന്റ് ബ്രീഡിംഗ്. സോ ദാറ്റ് ഈസ് ദി പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് ദി പ്ലാന്റ് സ്പീഷീസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ഡിസൈർഡ് ക്യാരക്ടർ. സോ ദാറ്റ് ഈസ് പ്ലാന്റ് ബ്രീഡിംഗ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്ലാന്റ് ബ്രീഡിംഗിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പുകൾ, ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് എന്തെല്ലാമാണ്. ഒന്നാമത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി ഓർ ജേംപ്ലാസം കളക്ഷൻ. or germplasm collection. Collection of variability or germplasm collection. That is the first step in plant breeding. പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് എന്തെല്ലാം സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്.
അതിനകത്ത് ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി ഓർ ജെയിംപ്ലാസം കളക്ഷൻ. അപ്പൊ എന്താണ് ജെയിംപ്ലാസം കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു പ്ലാന്റ് സ്പീഷീസിൽ പെട്ട ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ചിലത് വൈൽഡ് ആയിട്ടുള്ളതുണ്ടായിരിക്കും, നമ്മൾ കൺവെൻഷണൽ ആയിട്ട് കൃഷി ചെയ്ത് വരുന്നതുണ്ടായിരിക്കും. അങ്ങനെ എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ടോ അങ്ങനെയുള്ള സകല വെറൈറ്റിയിലും ഉള്ള ആ എല്ലാ പ്ലാന്റ്സിനെയും ഓഫ് എ പർട്ടിക്കുലർ സ്പീഷീസ്, ഒരു പ്രത്യേക സ്പീഷീസിലുള്ള എല്ലാ പ്ലാന്റ് വെറൈറ്റിയും നമ്മൾ കളക്ട് ചെയ്യുന്നു. ഒന്നുകിൽ സീഡിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സീഡ്ലിങ്സിന്റെ രൂപത്തിൽ അതിനെ കളക്ട് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു രീതിയെയാണ്, ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ന് പറയാ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി അല്ലെങ്കിൽ ജെയിംപ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജെയിംപ്ലാസം കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റിയിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസിൽ നമുക്ക് ലഭ്യമായ എല്ലാ വെറൈറ്റിയും നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് അതിനെ പ്രിസർവ് ചെയ്യുന്നു. അതിന്റെ ഒരു തോട്ടം നമ്മൾ നിർമ്മിക്കുന്നു. അതിനകത്ത് ഇതെല്ലാം സംഭരിച്ച് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ അതിന് ഓരോന്നിനകത്തും പ്രത്യേകതകൾ കാണാം, ചില വേരിയേഷൻസ് അതിനകത്ത് കാണാം, ഡിഫറെന്റ് ജീനുകൾ അതിനകത്ത് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ജീനുകളുടെ എല്ലാം, വ്യത്യസ്തങ്ങളായ ജീനുകളുടെ എല്ലാം ഒരു കളക്ഷനെയാണ് ഇങ്ങനെ വ്യത്യസ്ത വെറൈറ്റിയിലുള്ള, ഒരേ സ്പീഷീസിൽപ്പെട്ട വ്യത്യസ്ത വെറൈറ്റിയിലുള്ള ഡിഫറെന്റ് ജീനുകളുടെ എന്താണ് ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈ ജെയിംപ്ലാസം കളക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ മൊത്തത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി ആൻഡ് ജെയിംപ്ലാസം കളക്ഷൻ. രണ്ടാമത്തത് സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. Evaluation and selection of parents. അപ്പോൾ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ഒരേ സ്പീഷീസിൽപ്പെട്ട പ്ലാന്റ്സിൽ വ്യത്യസ്തമായ തരത്തിലുള്ള പ്ലാന്റുകളെ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു, അതിനെ പ്രിസർവ് ചെയ്തു, അതിനെ സംരക്ഷിച്ചു. അതിനുശേഷം രണ്ടാമതായിട്ട് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ് ആണ്. നമുക്ക് ഡിസൈറബിൾ ക്യാരക്ടർ, നമുക്ക് എന്ത് തരത്തിലുള്ള പ്ലാന്റിനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിൽ നിന്ന് എന്തിനെ സെലക്ട് ചെയ്യുന്നു? പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്ലാന്റ് സ്പീഷീസ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഡിസൈറബിൾ ക്യാരക്ടർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇതിനകത്ത് ഏതിനകത്ത് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം പേരൻസിനെ സെലക്ട് ചെയ്യുന്നു. സോ പേരൻസ് ആർ സെലക്ടഡ് ആഫ്റ്റർ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പേരൻസിനെ അതിന്റെ ഓരോന്നിന്റെയും ക്യാരക്ടർ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പേരൻസിനെ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ പേരൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേരന്റൽ ക്യാരക്ടറോട് കൂടിയ, നമ്മൾ ആ പേരന്റൽ ഡിസൈർഡ് ക്യാരക്ടറോട് കൂടിയ ആ പേരൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യും? സെൽഫ് ബ്രീഡിംഗ് നടത്തും, അതല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തും. അങ്ങനെ നിരവധി തവണ അതിനെ സെൽഫ് പോളിനേഷൻ നടത്തിയതിനു ശേഷം ആ ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണോ അല്ലെങ്കിൽ പ്യുവർ ലൈൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ നിരീക്ഷിക്കും. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ സെൽഫ് പോളിനേഷൻ നടത്തുക. നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറോട് കൂടിയ ഒരു പ്ലാന്റിനെ നമുക്ക് കിട്ടി. പക്ഷെ ആ പ്ലാന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ജീനുകൾ എന്ന് പറയുന്നത്, ഈ ഡിസൈർഡ് ക്യാരക്ടറിനെ ബേസ് ചെയ്തുള്ള ആ ജീൻ എന്ന് പറയുന്നത് അത് ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ അതിനെ ഹോമോസൈഗസ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സെൽഫ് പോളിനേഷൻ നടത്തി വീണ്ടും വീണ്ടും സെലക്ഷൻ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ അതിനെ സെൽഫ് പോളിനേഷൻ നമ്മൾ നടത്തുന്നു. സെൽഫ് പോളിനേഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന യങ്ങോൺസിനെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെ വീണ്ടും നമ്മൾ നിരീക്ഷിക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഡിസൈർഡ് ക്യാരക്ടറുള്ള പ്ലാന്റിനെ നമ്മൾ എടുക്കുന്നു. അങ്ങനെ നിരവധി തവണ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്തേക്കാം? സെൽഫ് പോളിനേഷൻ നടത്തിയേക്കാം. അതിൽ നിന്ന് ഹോമോസൈഗസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്യുവർ ലൈൻ ആകത്തക്ക വിധത്തിലുള്ള ജീനുകളാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനകത്ത് സെൽഫ് പോളിനേഷൻ നടത്തി വീണ്ടും സെലക്ഷൻ നടത്തുന്നു. അങ്ങനെയാണ് നമ്മൾ പേരൻസിനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പേരൻസ് ആർ സെലക്ടഡ്. സോ ദാറ്റ് ഈസ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്.
ഇനി പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ക്രോസ് ഹൈബ്രിഡൈസേഷൻ ആണ്. ക്രോസ് ഹൈബ്രിഡൈസേഷൻ. ക്രോസ് ഹൈബ്രിഡൈസേഷൻ among selected parents. അപ്പോൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ നടത്തും. രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ബൈസെക്ച്വൽ ഫ്ലവർ ആണ് ഈ രണ്ടിനകത്തും ഉള്ളതെങ്കിൽ ഒന്ന് മെയിലായിട്ടും ഒന്ന് ഫീമെയിലായിട്ടും നമ്മൾ പരിഗണിക്കുകയാണ്. ഒരു മെയിൽ പേരന്റും ഒരു ഫീമെയിൽ പേരന്റും നമ്മൾ എടുക്കുന്നു. അതിനകത്ത് രണ്ടിലും ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റേമെൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യും. എവിടെ? ഇൻ ഫീമെയിൽ ഫ്ലവർ. അപ്പൊ അതിനെ പ്യൂർ ആയിട്ടും ഫീമെയിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി അതിന്റെ മെയിൽ ഓർഗൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാസ്കുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ? അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഫീമെയിൽ പ്ലാന്റിൽ നമ്മൾ ചെയ്യുന്നു. ഇമാസ്കുലേഷൻ. അപ്പോൾ ഫീമെയിൽ പ്ലാന്റും അതുപോലെ തന്നെ മെയിൽ പ്ലാന്റും അങ്ങനെ രണ്ട് പേരൻസിനെയും നമ്മൾ എടുത്തു. അതിന് രണ്ടിനെ ക്രോസ് ചെയ്യുകയാണ്. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഫീമെയിൽ പ്ലാന്റിനകത്ത് പൂർണ്ണമായിട്ടും അതിനെ ഫീമെയിൽ ഫ്ലവർ ഫീമെയിൽ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ മെയിൽ ഓർഗൻസ് അല്ലെങ്കിൽ സ്റ്റേമെൻസിനെ റിമൂവ് ചെയ്യുന്നു. അതാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടിനകത്തും മെയിൽ പ്ലാന്റിനകത്തും ഫീമെയിൽ പ്ലാന്റിനകത്തും നമ്മൾ ബാഗിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യും. എന്താണ് ബാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ബാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ബാഗിംഗ് എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാഗ്. എതിനെയാണ് പ്രോസസ്സ് കവർ ചെയ്യുക? ഫ്ലവേഴ്സിനെയാണ്. അപ്പോ മെച്യൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ മെയിൽ പ്ലാന്റിന്റെയും ഫീമെയിൽ പ്ലാന്റിന്റെയും ഫ്ലവർ ബഡുകളെ നമ്മൾ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കും. ഇതിനു വേണ്ടിയാണ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ. ഒന്ന് മെയിലാണെന്നുണ്ടെങ്കിൽ ടു കണ്ടാമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ഗ്രെയിൻസ് കണ്ടാമിനേറ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി, പുറത്തു നിന്ന് വേറെ പോളൻ ഗ്രെയിൻസ് ഇതിലേക്ക് വന്ന് പതിക്കാതിരിക്കുന്നതിന് വേണ്ടി. പിന്നെ എവിടെയാണെന്നുണ്ടെങ്കിലോ ടു പ്രിവെന്റ് അൺഡിസൈറബിൾ പോളിനേഷൻ. അതിനകത്ത് അൺഡിസൈറബിൾ ആയിട്ടുള്ള പോളിനേഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഫീമെയിൽ ഫ്ലവറിനെയും അതുപോലെ തന്നെ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി മെയിൽ ഫ്ലവേഴ്സിനെയും നമ്മൾ ബാഗിംഗ് നടത്തും. So bagging നടത്തുന്നു. So that is cross hybridization among selected parents. ആ selected parentsനെ തമ്മിൽ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. ഇനി അടുത്തതായിട്ട് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ക്രോസ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി നാലാമത്തത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. അപ്പോ സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. അപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള റീകോമ്പിനൻസിനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ രണ്ട് ഡിസൈഡ് ക്യാരക്ടേഴ്സിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു റീകോമ്പിനന്റ് ടൈപ്പിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പില് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഡിസൈഡ് ക്യാരക്ടറോട് കൂടിയ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സെലക്ഷൻ നടത്തുന്നു. അങ്ങനെ സെലക്ഷൻ നടത്തുന്നു. സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ ഡിസൈഡ് ക്യാരക്ടറോട് കൂടിയ പ്ലാന്റ്സ്, അത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിരവധി തവണ, ഒരുപക്ഷെ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് നമ്മൾ അത് ചെയ്യേണ്ടി വന്നേക്കാം. നിരവധി തവണ ഈ ക്രോസിംഗ് നടത്തേണ്ടി വന്നേക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ നിരവധി തവണ
അങ്ങനെ ക്രോസിംഗ് നടത്തി പുതിയ എമോസിനെ നോക്കി അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഡിസൈഡ് ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിരവധി തവണ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഏറ്റവും ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടറോട് കൂടിയ ഓർഗാനിസത്തെ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് പോളിനേഷൻ നടത്തണം. എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് ഇറ്റ് ഹോമോസൈഗസ്. അതിന്റെ ജീനുകൾ ഹോമോസൈഗസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്നുവെച്ചാൽ പ്യൂർ ലൈൻ ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിനെ വീണ്ടും വീണ്ടും നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തുന്നത്. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തി, സെലക്ഷൻ നടത്തി, പിന്നീട് അതിനെ വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തി അതിന് ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടറോട് കൂടിയ ആ ഓർഗാനിസം ലഭ്യമായി എന്ന് ഉറപ്പാക്കും വരെ നമ്മൾ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ട് ഇരിക്കും. സോ ദാറ്റ് ഈസ് ടെസ്റ്റിംഗ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. ആൻഡ് അടുത്തത് അഞ്ചാമത്തത് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ of superior recombinants. About testing, release and commercialization of the new cultivars. About testing, release and commercialization of new cultivars. അപ്പോൾ അങ്ങനെ അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പാണ് അതിനെ ടെസ്റ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞു ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടറോട് കൂടിയ പ്ലാന്റിനെ നമുക്ക് ലഭ്യമായി. ഇനി ലഭ്യമായി കഴിഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ ചെയ്യുന്നത് റിസർച്ച് ഫീൽഡുകളിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൾട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ റിസർച്ച് ഫീൽഡുകളിൽ ഇതിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ അനുകൂല സാഹചര്യങ്ങളും കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നു. വളർത്തിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് വീണ്ടും സെലക്ഷൻ നടത്തുന്നു. അങ്ങനെ സെലക്ഷൻ നടത്തിയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് സ്റ്റേറ്റുകളിൽ അവിടെയുള്ള കർഷകർക്ക് കൊടുത്ത് കർഷകരുടെ ഫീൽഡുകളിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വീണ്ടും നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണം എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ വിവിധ ഭാഗങ്ങളിൽ അതെന്ത് ചെയ്യുന്നു, അവിടെ കർഷകരുടെ തന്നെ ഫീൽഡുകളിൽ അത് കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്തതിന് ശേഷമാണ് ഇതിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൊമേഴ്സ്യലൈസേഷൻ നടത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കർഷകർക്ക് എന്താണ് അത് വിതരണം ചെയ്യും. അപ്പോൾ അതിനെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസാന ഘട്ടമാണ് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ 5 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ഇതിനുള്ളത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ഉള്ളത്. സോ ദി പ്ലാന്റ് ബ്രീഡിംഗ്, ദി ഇമ്പോർട്ടന്റ് പ്രോസസ്സസ് and the important steps of this process is number 1 is collection of variability or germplasm collection. രണ്ടാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. മൂന്നാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ among selected parents. And then selection and testing of superior recombinants. And then testing, release, commercialization of new cultivars. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്.